എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. ഈ ആഴ്ച എന്തൊക്കെയാണ് ഹോളിവുഡിൽ പുതിയതായി സംഭവിക്കുന്നതിനുള്ള ന്യൂസ്, കോൺട്രവേഴ്സി, അപ്ഡേറ്റ്സ്, കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി ലാഗ് ഒന്നും അടുപ്പിക്കുന്നില്ല, നമുക്ക് തുടങ്ങിക്കളയാം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയെ കുറിച്ച് എനിക്ക് ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫെമിനിസം കറന്റ് നമ്മുടെ മൂവി ഇൻഡസ്ട്രിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളൊരു കാര്യത്തിന്റെ ഒരു കേസ് സ്റ്റഡി ആയിരുന്നു ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് തന്നെ മറ്റൊരു ഫെമിനിസത്തിനെ കുറിച്ചാണ് നമ്മൾ എന്താണെങ്കിലും സംസാരിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസ് തന്നെയാണ് പൈററ്റ്സ് ഓഫ് കരീബിയൻ ഫ്രാഞ്ചൈസ്. ആൻഡ് ഡിസ്നി റീസെൻ്റ്ലി പൈററ്റ്സ് ഓഫ് കരീബിയൻ്റെ 6ാം ഭാഗം അല്ലെങ്കിൽ അവരതിൻ്റെ ഒരു റീബൂട്ട് കൊണ്ടുവരാന്നുള്ളൊരു കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ആസ് എ ഫാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി നമുക്ക് ആ സിനിമയെക്കുറിച്ചിട്ടുള്ള ഒരു കുറച്ചും കൂടി നല്ലൊരു അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ദ ലെജൻഡറി ജാക്ക് സ്പാരോ അല്ലെങ്കിൽ ജോണി ഡെപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിനെ ആയോ എഡിബറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ട്രസ് പുള്ളിക്കാരനെ റീപ്ലേസ് ചെയ്യുന്നുള്ളൊരു ന്യൂസാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും ആംബർ ഹേർഡിൻ്റെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ കൊണ്ടാണോ എന്ന് വെച്ചാൽ ആ ഒരു കേസ് ജോണി ഡെപ്പ് ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി ചെയ്യണമെങ്കിൽ വീണ്ടും ജാക്ക് സ്പാരോ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെ തന്നെ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും ജോണി ഡെപ്പ് അല്ലാതെ വേറെ ആരുടെയും മൈൻഡിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മിക്കവാറും ഒരു റീബൂട്ട് ആകാനാണ് സാധ്യത കൂടുതൽ. 6 പാർട്ട് 6ാമത്തെ പാർട്ട് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൂടാതെ തന്നെ ഇതൊരു മൊത്തത്തോടെ ഒരു പെണ്ണുങ്ങളുടെ ഒരു പൈററ്റ്സ് സിനിമ എന്നുള്ളൊരു ഭാഗമായിട്ടാണ് ഡിസ്നി ഇപ്പോൾ പറഞ്ഞു വരുന്നത് തന്നെ. വീണ്ടും ഫെമിനിസം എനിക്ക് ഇതിൻ്റെ അകത്ത് എനിക്ക് പ്രത്യേകിച്ചൊരു ആൻസർ എനിക്ക് പറയാനില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോ നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്ക്. എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫെമിനിസം ആയിട്ടുള്ള ഈ ഒരു കൾച്ചറിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യം തന്നെ. സോ ഇനി നമുക്ക് നേരെ ഡി സിയിലേക്ക് പോവാം. ഡി സിയിൽ നമുക്ക് റീസെൻ്റ്ലി വേറെ കുറച്ച് അപ്ഡേറ്റ്സ് ജെയിംസ് ഗണ്ണിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജെയിംസ് ഗൺ ഡി സി യൂണിവേഴ്സിൽ ഇറക്കാൻ പോകുന്ന സിനിമകൾ, സീരീസുകൾ, ആനിമീസ്, ഗെയിംസ് ഇതെല്ലാം പുള്ളിക്കാരൻ ഒരു ഒറ്റ യൂണിവേഴ്സിൻ്റെ കൊടക്കീഴിൽ കൊണ്ടുവരാനാണ് പ്ലാൻ ചെയ്യണമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ മാർവൽ ചെയ്യുന്നത് പോലെ എല്ലാം കണക്റ്റഡ് ആയിരിക്കും. ഗെയിംസ് മാർവൽ ചെയ്യുന്നില്ല, ആനിമി ചെയ്യുന്നില്ല. പക്ഷേ ജെയിംസ് ഗൺ ഉദ്ദേശിക്കുന്ന ഇതെല്ലാം, അതായത് ആനിമീസ്, ഗെയിംസ്, സീരീസ്, മൂവീസ് ഇതെല്ലാം കണക്റ്റഡ് ആക്കി ചെയ്യാനാണ് പുള്ളിക്കാരൻ എന്താണെങ്കിലും ഉദ്ദേശിക്കുന്നത്. ആദ്യം സൂപ്പർമാൻ ലെഗസി ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അത് പറയുമ്പോൾ തന്നെ നമുക്ക് നേരെ ഡി സി ഡിനി അപ്കമിങ് വരാൻ പോകുന്ന വണ്ടർ വുമൺ ഗെയിമിനെ കുറിച്ച് വേറെ കുറേ പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഗെയിം ഡെവലപ്പ് ചെയ്യുന്നത് മോണോലിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഡെവലപ്പേഴ്സാണ്. ആൻഡ് അവർ തന്നെയാണ് ഷാഡോ ഓഫ് മോഡോർ എന്ന് പറഞ്ഞ ഗെയിമും അതുകൂടാതെ തന്നെ ഷാഡോ ഓഫ് വാർ എന്ന് പറഞ്ഞ ഗെയിമും ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സ്പെസിഫിക് ഡെവലപ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നെമിസിസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമ്പാറ്റ് സിസ്റ്റം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആസ് ഒരു ഫാൻ ഇനി ഒരിക്കൽ കൂടി നെമിസിസ് സിസ്റ്റം കാണാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ വണ്ടർ വുമൺ ഈ ഒരു ഗെയിം കുറച്ചും കൂടി ഗോഡ് ഓഫ് വാറിൻ്റെ മിത്തോളജിയിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഏത് രീതിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വണ്ടർ വുമൻ്റെ ഒറിജിനും ഏകദേശം അതായിട്ട് സാമ്യമുള്ളൊരു ഒറിജിൻ തന്നെയാണ്. സോ മിക്കവാറും സോണി ചിലപ്പോൾ അവർ പറയും ഞങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ കോപ്പി അടിക്കാൻ തുടങ്ങിയെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. പക്ഷേ എന്താണെങ്കിലും ഇതാണ് നമുക്ക് വണ്ടർ വുമൺ ഗെയിമിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ സൂയിസൈഡ് സ്ക്വാഡ് കിൽ ജസ്റ്റിസ് ലീഗിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇന്നലെ ചെയ്ത വീഡിയോ കണ്ടു നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് എൻ്റെ തോട്ട്സ് എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ഇതാണ് ഗെയിമിങ്ങിനെ കുറിച്ചിട്ട് ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് ഡെയർ ഡെവിൾ ബോൺ അഗൈനെ കുറിച്ച് വേറെ കുറേ അപ്ഡേറ്റ്സ് നമുക്ക് മാർവലിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ഡെയർ ഡെവിൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന് സത്യം പറഞ്ഞാൽ ഒരു ഈക്വലൈസർ എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു സീരീസ് പോയിട്ടുണ്ടായിരുന്നത്. അതായത് ആക്ഷൻ വേണ്ട സമയത്ത് ആക്ഷൻ, കോർട്ട് റൂം ഡ്രാമ വേണ്ട സമയത്ത് അതും അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഇപ്പോൾ ഡിസ്നിയുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പുതിയ വരുന്ന സീരീസ് മൊത്തത്തോടെ ആക്ഷൻ ആയിരിക്കും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഡ്രാമ കുറവായിരിക്കും. കോർട്ട് റൂം ഡ്രാമയൊന്നും അധികം കാണിക്കാൻ പോകുന്നില്ലെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഈ സീരീസ് രണ്ടാമത് റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇത് എങ്ങനെയൊക്കെ പോകുന്നതൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന കാസ്റ്റിനെ കൊണ്ടുവന്നിട്ട് അവരെ കൊന്നുകളയും ഓൺ സ്ക്രീനിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇമോഷണൽ വെയിറ്റേജ് കൊടുക്കാനൊക്കെയാണ് ഇവർ ശ്രമിക്കുന്നതെന്നൊക്കെ പല കാര്യങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഡെയർ ഡെവിലിൻ്റെയും അതുകൂടാതെ ബുൾസൈൻ്റെയും രണ്ടുപേരുടെയും കോസ്റ്റ്യൂം ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്രീസിയേഷനൊക്കെ വളരെ ശോകമായിരുന്നു. എല്ലാവരും പറഞ്ഞാൽ ഇതൊന്നും കണ്ടിട്ട് കോസ്റ്റ്യൂമായിട്ട് തോന്നുന്നില്ല, കോസ്പ്ലേ ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ്. സോ ഏകദേശം ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഡെയർ ഡെവിലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള. അറ്റ്ലീസ്റ്റ് കോസ്റ്റ്യൂമിൽ ആ ഒരു ഡബിൾ ഡി കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഒത്തിരി ആൾക്കാർ കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഡെയർ ഡെവിൽ ബോൺ അഗെയിനെ കുറിച്ച് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇത് തന്നെയാണ്. ഇനി നമുക്ക് നേരെ പ്രെഡേറ്റർ ഫ്രാഞ്ചൈസിയിലേക്ക് പോകാം. യെസ്, പ്രേ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങളൊരു പ്രെഡേറ്റർ അല്ലെങ്കിൽ ഒരു ഏലിയൻ പോലത്തെ ഫ്രാഞ്ചൈസിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോയി കാണുക. വളരെ ഒരു കിഡിലനായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഫ്രഷ് ടേക്ക് ആയിരുന്നു അവർ പ്രേ സിനിമയിൽ കൂടി നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് പ്രേയുടെ 2ാം ഭാഗം അവർ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. 2025 ആയിരിക്കും ഇത് റിലീസ് ചെയ്യാൻ പോകണമെന്നാണ് നമുക്കിപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇത്തവണ പ്രെഡേറ്റർ പോകുന്ന ഫ്യൂച്ചറിലാണ്. നേരത്തെ പ്രെഡേറ്റർ ഹിസ്റ്ററിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇത്തവണ നേരെ പോകാൻ പോണ ഫ്യൂച്ചറിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ പ്രെഡേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറിനെ ഏത് സെറ്റിങ്ങിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും അത് പൊളി തന്നെയായിരിക്കും. എനിക്ക് എപ്പോഴും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. കാരണം പ്രെഡേറ്റർ ഭയങ്കര കിടിലനായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. പ്രെഡേറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഫ്രാഞ്ചൈസ് തന്നെയാണ് ഏലിയൻ ഫ്രാഞ്ചൈസ്. ആൻഡ് ഏലിയൻ ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഏലിയൻ റോമുലസ് എന്ന് പറഞ്ഞ സിനിമ ഈ വർഷം റിലീസ് ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് സിനിമയുടെ ടൈം ലൈൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏലിയൻ്റെ ആദ്യത്തെ സിനിമയും ജെയിംസ് ക്യാമറൂണിൻ്റെ 2ാമത്തെ സിനിമയുടെയും ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു സിനിമയായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ലാസ്റ്റ് ഇറങ്ങിയ കവനൻ്റ് ആയിരുന്നു. കവനൻ്റ് റിഡ്ലി സ്കോട്ട് ഒരു കിടിലൻ ഡയറക്ടറായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ചെയ്തതിലൂടെ ഞാൻ എഗ്രി ചെയ്യില്ല. പ്രൊമറ്റിയസിന് ശേഷം നല്ലൊരു പടം നമുക്ക് ലഭിക്കുമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ പൊളി തന്നെയായിരുന്നു. എന്നിരുന്നാലും അതൊരു ഡിസപ്പോയിൻമെൻറ്റ് തന്നെയായിരുന്നു. സോ ഏലിയൻ ഫ്രാഞ്ചൈസിയും ഉയർത്തെഴുന്നേക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ വാർണർ ബ്രോസിൻ്റെ ഭാഗത്ത് നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കോഞ്ചറിങ് ഫ്രാഞ്ചൈസിലെ കോഞ്ചറിങ് 4ാമത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് മിഷേൽ ഷാവേസ് ആണെന്നുള്ളൊരു കാര്യം തന്നെയാണ്. പുള്ളിക്കാരനാണ് ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന നണ്ണിൻ്റെ 2ാം ഭാഗം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നോട് ചോദിക്കണമെങ്കിൽ എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. കാരണം പുള്ളിക്കാരന് കുറച്ചും കൂടി കോമഡീസ് ഡയറക്റ്റ് ചെയ്യാനാണ് അറിയാവുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ജെയിംസ് വാൻ അല്ല ഡയറക്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ജെയിംസ് വാൻ അല്ല ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ അക്വാമാൻ 2നെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. അത് സ്റ്റുഡിയോ, അല്ല വേറൊന്നും ഞാൻ പറയുന്നില്ല. സോ അതാണ് കോഞ്ചറിങ്ങിനെ കുറിച്ച് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ കോഞ്ചറിങ്ങിൻ്റെ 4ാം ഭാഗം ആൻഡ് ഈ ഒരു ഫ്രാഞ്ചൈസിലെ ലാസ്റ്റത്തെ ഭാഗമായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ നമ്മൾ നേരെ യൂണിവേഴ്സൽ പിക്ചേഴ്സിൻ്റെ ജുറാസിക് വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രാഞ്ചൈസി അവർ റീബൂട്ട് ചെയ്യാൻ പോകുന്നുള്ളൊരു കാര്യം നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ അതിന് ആക്ച്വലി ഒരു ഡയറക്ടറിനെ ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് അതായതെന്ന് പറഞ്ഞാൽ ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാൻ ലെഗസിയുടെ കൂടെ തന്നെ 2025 ഇവർ ഈ ഒരു സിനിമ പുറത്തിറക്കുമെന്നാണ് പറയുന്നത്. സിനിമയുടെ ഡയറക്ടറിനെ പോലും തീരുമാനിച്ചിട്ടില്ല. പിന്നെ എന്ത് തേങ്ങ കണ്ടിട്ടാണ് യൂണിവേഴ്സൽ പിക്ചേഴ്സ് ഇത്രയും ഓൾറെഡി ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ഒക്കെ കൊടുക്കണേ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അടുത്ത ദുരന്തമായിരിക്കാം. അല്ലാതെ അതിനെക്കുറിച്ചൊക്കെ എന്ത് പറയാനാണ്. സോ ഇനി നമുക്ക് ക്യാപ്റ്റൻ അമേരിക്കയുടെ പുതിയ സിനിമയെക്കുറിച്ച് കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയ്ക്കകത്തുനിന്ന് ബക്കിയെയും അതുകൂടാതെ തന്നെ ഷീ ഹൾക്കിനെയും അവർ മാറ്റി എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ബക്കിയുടെ ക്യാരക്ടറിനെ അവർ വീണ്ടും തണ്ടർ ബോൾട്സിൽ കാണിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഷെഡ്യൂൾസിൻ്റെയും കുറച്ചും കൂടി കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പോകും. സോ അതാണ് മെയിൻ റീസൺ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഷീ ഹൾക്കിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാർവൽ ആ ഒരു ക്യാരക്ടർ ഇനി തിരിച്ച് ലൈവ് ആക്ഷനിൽ കൊണ്ടുവരില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഷീ ഹൾക്കിനെ എടുത്ത് കളഞ്ഞതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് തന്നെ. സോ അവിടെ നമ്മളിനി നേരെ ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു സിനിമ തന്നെയാണ് സോണിയുടെ മാർവലിൻ്റെ മാഡം വെബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ തന്നെ. ആൻഡ് ഡക്കോട്ട ജോൺസൺ ഈയിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിനകത്ത് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമ ഒരു ഭൂമി കുലുക്കം തന്നെ സൃഷ്ടിക്കും സൂപ്പർ ഹീറോ ജോൺറയിൽ എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം തന്നെ. എത്രത്തോളം ഭൂമി കുലുക്കം ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് സോണിയുടെ ഭാഗത്തുനിന്ന് ബോക്സ് ഓഫീസ് സൃഷ്ടിക്കുക എന്നുള്ളൊരു കാര്യം കാണാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. അടുത്തൊരു മോർവേം ടൈം ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജഡ്ജൊന്നും ചെയ്യുന്നില്ല, നമുക്ക് നോക്കാം അടുത്ത വെള്ളിയാഴ്ച എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അത് കൂടാതെ മറ്റൊരു വലിയൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. വെനം 2 നമുക്കൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു വലിയൊരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഭയങ്കര വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ളൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആയിരിക്കാം മാഡം വെബിലും നമുക്ക് ലഭിക്കാൻ പോകണമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല ഇത് ജസ്റ്റ് അവിടുത്തെ മാർക്കറ്റിംഗ് ആണോ ഇതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അടുത്ത വുമൺ എംപവർമെൻ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്ന മാഡം വെബിൽ കൂടി തന്നെ. നമുക്ക് നല്ലൊരു പ്രതീക്ഷ കൊടുക്കാം, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഇനി നമ്മൾ നേരത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആ ഒരു പോക്ക് നല്ല രീതിക്കല്ല എന്നുള്ളൊരു കാര്യമെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം നമുക്കിപ്പോൾ കൺഫേം ചെയ്ത് മാർവലിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല,
പീഡ്രോ പാസ്കൽ ആയിരിക്കും മിസ്റ്റർ ഫെൻറ്റാസ്റ്റിക്കിനെ ചെയ്യാൻ പോകണമെന്നുള്ളൊരു കാര്യത്തിൽ കൺഫേം ആക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും, അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിനകത്ത് വേറൊരു ആക്ടർ ജോൺ ക്രിസൻസ്കി അല്ലാന്നല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരുന്നു. പക്ഷേ ഇത് വേറൊരു ടോട്ടലി ഒരു ഡിഫറെൻറ്റ് യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എർത്ത്, നമ്മുടെ എർത്ത് പ്രൈമിൽ സംഭവിക്കുന്ന ഒരു ഫിലിമായിട്ടാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പീഡ്രോ പാസ്കൽ ആയിരിക്കും മിസ്റ്റർ ഫെൻറ്റാസ്റ്റിക് എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ നമുക്ക് പിന്നെ ഫിലിമിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും ഇപ്പോഴും അവർ ഒരു ഡിസ്ക്ലോസ് ഒന്നും ചെയ്തിട്ടില്ല എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇനി നമുക്ക് നേരെ തണ്ടർബോൾട്സിൻ്റെ വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. റീസെൻ്റ്ലി ഫ്ലോറൻസ് പ്യൂഗ് പുള്ളിക്കാരി ആ ഒരു സിനിമയ്ക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ റീഷൂട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഇപ്പോഴും നമുക്ക് ആ ഒരു സിനിമയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ നമുക്ക് ലഭിക്കുന്നില്ല. കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാർവൽ തണ്ടർബോൾട്സ് ക്യാൻസൽ ചെയ്യാൻ പോകുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇതിൽ സത്യമേതാ നുണയേതാന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു കൺഫർമേഷൻ നമുക്ക് ഏകദേശം ലഭിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും മാർവലിൻ്റെ ഭാഗത്ത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർ പ്രസൻ്റ് ഇത് ക്യാൻസൽ ചെയ്യാൻ വരുന്നത് ഉദ്ദേശിച്ചിട്ടില്ല. മിക്കവാറും ഇത് വീണ്ടും കുറച്ചുകൂടി ഡിലേ ആക്കാനാണ് സാധ്യത വളരെ കൂടുതലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണം. മോസ്റ്റ്ലി 2025 എൻഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയും, നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം. അല്ലാതെ വേറൊരു അപ്ഡേറ്റ് നമുക്ക് തണ്ടർബോൾട്സിൻ്റെ ഭാഗത്ത് നമുക്ക് എന്താണെങ്കിലും ലഭിച്ചിട്ടില്ല. ഇനി നേരെ ഡെഡ്പൂൾ 3യുടെ വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. മറ്റൊന്നുമല്ല, നാളെ നമുക്കൊരു ഫസ്റ്റ് ലുക്ക് ടീസർ നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. കാരണം സൂപ്പർ ബോൾ നാളെ മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ഈ റിയാക്ഷനും ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെയായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് എന്ന് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളൂ. ആൻഡ് ഇപ്പോഴും സിനിമയുടെ പേര് കൺഫേം ചെയ്തിട്ടില്ല. കാരണം നേരത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും ഡെഡ്പൂൾ VS ലോഗൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡെഡ്പൂൾ 3 എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടൈറ്റിലായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ വേറെ ഒരു കാര്യം കേൾക്കുന്നുണ്ട്, ഡെഡ്പൂൾ ആൻഡ് ഫ്രണ്ട്സ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. നാളെ ട്രെയിലർ ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താണ് ആക്യുറേറ്റ്ലി സിനിമയുടെ പേരെന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അത് കൂടാതെ തന്നെ ട്രെയിലറിനെ കുറിച്ചും കുറേ റൂമേഴ്സ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ചിലവർ പറയുന്നു ഒത്തിരിയധികം കമിയോസിനെ ട്രെയിലറിൽ കാണിക്കുമെന്ന് പറയുന്നുണ്ട്. ചിലവർ പറയുന്നു ഹ്യൂ ജാക്ക്മാനെ ആ ഒരു കോമിക് ബുക്ക് ഒറിജിൻ കോസ്റ്റ്യൂമിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷേ എന്തൊക്കെ തേങ്ങയാണെങ്കിലും നല്ലൊരു സിനിമയായാൽ മതിയെന്ന് മാത്രമാണ് എനിക്ക് ആസ് ഒരു ഫാൻ എനിക്ക് മാർവലിനോട് പറയാനുള്ളൊരു കാര്യം തന്നെ. കാരണം മാർവലിന് നല്ലൊരു സിനിമ എന്താണെങ്കിലും വേണ്ട തന്നെയാണ്. കാരണം ഇനി അടുത്തൊന്നും ഇപ്പോൾ വലിയ സൂപ്പർ ഹീറോ ഫിലിംസ് ഒന്നും വരാനും പോകുന്നില്ല. സോ നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം നാളെ നമുക്കൊരു കിഡിലൻ ട്രെയിലർ തന്നെ ഡെഡ്പൂൾ 3യിൽ കൂടി നമുക്ക് ലഭിക്കട്ടെ എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയിലുള്ള ന്യൂസും അതുകൂടാതെ അപ്ഡേറ്റ്സിനെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യങ്ങൾ തന്നെ. നിങ്ങൾ എന്താലോചിച്ചാണ് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.